നമ്മുടെ ക്ലാസ്സിൽ ഈ വർഷം പുതിയ കുട്ടികൾ വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ അവരെ പഴയ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ സ്റ്റുഡൻസ് മൊഡ്യൂളില്ലേ, മൂവ്മെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻ, അവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമ്പോർട്ട് മൊഡ്യൂൾ എന്ന് കാണിക്കും. ആ ഇമ്പോർട്ട് മൊഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഇമ്പോർട്ട് വിതിൻ സ്റ്റേറ്റ്, ഇമ്പോർട്ട് ഔട്ട്സൈഡ് സ്റ്റേറ്റ്, ഡ്രോപ്പ് ബോക്സ് എന്നുള്ളൊരു ഇതുണ്ട്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ വരുവേ. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റാണ്, നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ഡിസ്ട്രിക്റ്റ് ആലപ്പുഴ എന്ന് കൊടുക്കുക. ബ്ലോക്ക് തുറവൂർ എന്ന് കൊടുക്കുക. അതിനുശേഷം സ്കൂൾ, ഏത് സ്കൂളിലത്തെ കുട്ടീനെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എനിക്ക് MAMLPSലെ കുട്ടികൾ അവിടെ ആ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ആ MAMLPS നോക്കും കേട്ടോ. അപ്പോൾ MAMLPS നോക്കുമ്പോൾ വരുമോ നോക്കട്ടെ. നമുക്ക് അതിൻ്റെ കോഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ MAMLPS കണ്ടോ, അപ്പോൾ ഞാൻ MAMLPS ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുക്കുക. അപ്പോൾ സെർച്ച് കൊടുക്കുമ്പോൾ ആ സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ്സിൽ നിന്ന് പാസ്സായ കുട്ടികളുടെ ഡീറ്റെയിൽസ് മൊത്തം ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂളിലേക്ക് വന്ന കുട്ടികൾ ഏതൊക്കെയാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അവരെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് പേജിൽ എനിക്ക് വേണ്ട കുട്ടി ഇല്ലെങ്കിൽ സെക്കൻഡ് പേജ് വൈഗ MS, ഈ കുട്ടീനെ എനിക്ക് എൻ്റെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇത് 2ാമത്തെ കുട്ടി കേട്ടോ. സെക്കൻഡ് പേജിൽ 2ാമത്തെ കുട്ടി എനിക്ക് ഇമ്പോർട്ട് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നോക്കാമേ. അതേ കണ്ട, സെക്കൻഡ് പേജിൽ 2ാമത്തെ കുട്ടിയെ ഇത് കണ്ട, ഈ കുട്ടിയാണ് വൈഗ MS ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഇമ്പോർട്ട് എന്നുള്ള സ്ഥലത്ത് ഇമ്പോർട്ട് എന്ന് കൊടുക്കുക. ഇമ്പോർട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം, എന്നാലേ നമുക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ സമ്പൂർണ്ണം ഇപ്പോൾ ഓൾറെഡി ഇവിടെ തുറന്ന് വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്കത് എടുത്ത് പെട്ടെന്ന് നോക്കാൻ വേണ്ടി ഞാൻ ഡേറ്റ് ഓഫ് ബർത്ത് അറിയാൻ വേണ്ടി സമ്പൂർണ്ണം തുറന്ന് വെച്ചിട്ടുണ്ട്. സമ്പൂർണ്ണം തുറന്ന് വെക്കണമെങ്കിൽ നമുക്ക് ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ വൈഗ MS അല്ലേ. ഇപ്പോൾ വൈഗയുടെ ഇത് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ വൈഗ MSൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇത് ചെയ്യാൻ പാടാണെങ്കിൽ നമ്മൾ ഓൾറെഡി എഴുതി കൊണ്ടുവന്നാൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണ്, 2/12/2015. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണേ. വീണ്ടും നമ്മൾ ഈ പേജിലോട്ട് വരണം. ഏതാണ് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം എന്ന് പറഞ്ഞ പേജില്ലേ, അവിടെ വരണം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഏത് വർഷമാണ്, 2015 ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിരിക്കണം. അപ്പോൾ നമ്മൾ അത് നോക്കുക. 2015 ഡിസംബർ മാസം 2-ാം തീയതി. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ഗോ എന്ന് കൊടുത്ത് നോക്കുക. അപ്പോൾ ആ കുട്ടി തന്നെയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വരും. കണ്ടോ, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഡ്രോപ്പ് ബോക്സിൽ നിന്ന് MAMLPSൽ നിന്നൊക്കെ അങ്ങനെ ഓരോ ഡീറ്റെയിൽസൊക്കെ വരും. വൈഗ MS അതിൻ്റെ ഡീറ്റെയിൽസ് വരും. ഇനി നമുക്കത് ഏത് ക്ലാസ്സിലേക്കാണ് ആ കുട്ടി, ഏത് ഡിവിഷൻ, 5ാം ക്ലാസ് ഡിവിഷൻ ഏതാണെന്ന് നോക്കണം. ഡിവിഷൻ Dയിലേക്കാണ്. ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അപ്പോൾ ഡേറ്റ് ഓഫ് അഡ്മിഷൻ നമ്മൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷം നമുക്ക് 2005 ജൂൺ മാസം 3-ാം തീയതി കൊടുത്തപ്പോഴാണ് എനിക്ക് വന്നത് കേട്ടോ. അപ്പോൾ 3 ക്ലിക്ക് ചെയ്ത് ഇമ്പോർട്ട് ചെയ്ത് നോക്കി. നമുക്ക് വൈകി ഇമ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ കൺഫേം കൊടുക്കുക. ഓക്കെ, കണ്ട. അപ്പോൾ ആ കുട്ടിയെ നമ്മുടെ ക്ലാസ്സിലേക്ക് ഇമ്പോർട്ട് ആക്കി. ഇങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ.